കേരളത്തിലെ പട്ട് വ്യവസായത്തിൻ്റെ മുഖമുദ്രയായി മലയാളികൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഒരു വനിതയാണ് ബീന കണ്ണൻ. ജീവിതത്തിൽ വന്നുപോയ സകല പ്രതിസന്ധികളെയും ചെറുത്തു തോൽപ്പിച്ച് മുന്നേറിയ ബീന ഇന്ന് എത്തി നിൽക്കുന്നത് ഉയർച്ചയുടെ ഏറ്റവും മുകളിലാണ്. ഓരോ വനിതാ ദിനവും കടന്നു പോകുമ്പോൾ കേരളം എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്ന സംരംഭകരിൽ ഒരാൾ കൂടിയാണ് ബീന കണ്ണൻ. 1910 വീരയ്യ റെഡ്ഡിയാർ ആരംഭിച്ച ഷീമാട്ടി എന്ന സ്ഥാപനത്തെ കേരളത്തിലെ ഏറ്റവും വിശ്വസ്തമായ സാരി ബ്രാൻഡായി വളർത്തിയെടുത്തത് ഈ പെൺകരുത്താണ്. വ്യവസായ രംഗത്ത് സ്ത്രീകൾ അപൂർവമായിരുന്ന കാലത്ത് ഭർത്താവിൻ്റെ നിര്യാണത്തിന് ശേഷം ബീന കണ്ണൻ ഷീമാട്ടി എന്ന കുടുംബ ബിസിനസ് ഏറ്റെടുത്ത് വിജയത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ എഴുതിവെച്ചു. ഇത് പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിലേക്ക് ഒരു സ്ത്രീ നടത്തിയ ഒറ്റയാൾ യാത്രയാണ് എന്നിപ്പോൾ പലരും രേഖപ്പെടുത്തുന്നു. ഒരു ടെലിവിഷൻ ഷോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ബീന കണ്ണൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. ഭർത്താവിന് ക്യാൻസർ രോഗം ബാധിച്ച സമയത്ത് ജീവിതം കഷ്ടതകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ക്യാൻസർ രോഗം താടിയെല്ലിലേക്കും നാക്കിലേക്കും പടർന്നപ്പോൾ അവയവങ്ങൾ മുറിച്ചു നീക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. പക്ഷേ ഭർത്താവിൻ്റെ ഉറച്ച നിലപാട് മൂലം അത് നടന്നില്ല. ഒരമ്മയായി 3 കുഞ്ഞുങ്ങളോടൊപ്പം ജീവിതം മുന്നോട്ട് നയിച്ച ബീന കണ്ണനിൽ അന്നേ ഒരു കനലുണ്ടായിരുന്നു. അതാണ് പിന്നീട് ഒരു വലിയ അഗ്നിയായി മാറിയത്. അനവധി പ്രതിസന്ധികൾ മറികടന്ന് ബീന കണ്ണൻ തൻ്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിയ വഴികളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരുന്നു. ഭർത്താവിൻ്റെ ചികിത്സയ്ക്കിടയിൽ ജീവിതത്തിൻ്റെ മാനസിക സമ്മർദ്ദങ്ങൾ ചെറുക്കാൻ അവർ നൃത്തം പഠിക്കാൻ തുടങ്ങിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസകരമായ നിമിഷമായിരുന്നു എന്ന് അവർ തുറന്നു പറയുന്നു. അന്ന് 2 വയസ്സായ മകളെ കൂടെ കൊണ്ടുപോയി നൃത്ത ചുവടുകൾ വെച്ചത് എന്നും തൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വിലപ്പെട്ട ഓർമ്മയായി ഉണ്ടാകുമെന്നും ബീന കണ്ണൻ പ്രതികരിച്ചിരുന്നു. 1980കളിലായിരുന്നു ബീന കണ്ണൻ ഷീമാട്ടിയുടേതായ ബിസിനസ് രംഗത്തെത്തുന്നത്. അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും നേതൃത്വത്തിലാണ് കട മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഭർത്താവിൻ്റെ മരണശേഷം കടയുടെ മുഴുവൻ ഉത്തരവാദിത്വം അവരുടെ കയ്യിലെത്തുകയായിരുന്നു. ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് ആവശ്യമായ സാരികളും ഷോളുകളും അവർ തന്നെ ശേഖരിച്ചാണ് ഷീമാട്ടിയുടെ വിറ്റുവരവ് കൂടുതൽ വിപുലമാക്കിയത്. കേരളത്തിലെ കുത്തമ്പള്ളി, ബാലരാമപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള നെയ്ത്തുകാരെ നേരിൽ കണ്ടായിരുന്നു തുടക്കം. പിന്നീട് തമിഴ്നാട്ടിൽ നിന്നുള്ള കോട്ടൺ സാരികളായിരുന്നു ആദ്യകാല വിൽപ്പന. വ്യവസായ ആവശ്യങ്ങൾക്കായി അവർ ധാരാളം വിദേശയാത്രകൾ നടത്തി. വിദേശ വനിതകളുടെ ആത്മവിശ്വാസം അവരെ കൂടുതൽ ഉന്മേഷവതിയാക്കി. യോഗ പ്രാക്ടീസ് ആരംഭിച്ചും ആരോഗ്യ പരിപാലനത്തിന് മുൻതൂക്കം അനുവദിച്ചും ജീവിതം മുന്നോട്ട് നയിച്ചതോടെ നോവുകളെല്ലാം അവരിൽ നിന്ന് അകന്നുപോകാൻ തുടങ്ങി. കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഹൈക്കോടതിയിലേക്ക് നീളുകയും നാളുകളെടുത്ത നിയമയുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അവിടെയും ബീന കണ്ണൻ ജയിച്ചു കയറി. ആദ്യകാലത്ത് കേരളത്തിലെ വിവാഹ സാരികൾ ബനാറസിലേതായിരുന്നു. ബീന കണ്ണൻ കാഞ്ചീപുരം വഴിയുള്ള യാത്രകൾ തുടങ്ങിയപ്പോൾ ഷീമാട്ടിയുടെ വഴി മാറി. പുതുമയേറിയ ഡിസൈനുകൾ ഷീമാട്ടിയെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ബ്രാൻഡുകളിലൊന്നാക്കി. 2007 ഗിന്നസ് ബുക്കിലും ലിങ്ക ബുക്കിലും ഇടം നേടിയ ഏറ്റവും നീളമേറിയ സാരി അവരുടെ നിശ്ചയദാർഢ്യം വിജയിച്ചതിൻ്റെ ഉദാഹരണമാണ്. നിരവധി പുരസ്കാരങ്ങൾ നേടിയ ബീന കണ്ണൻ കേരളത്തിലെ വ്യവസായ മേഖലയിലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മുഖമുദ്രയാണ്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ്